ഷേജാസ് താന റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവൻ നാട്ടിലോട്ട് തിരിക്കുകയാണ്. നമ്മൾ ബാക്കി യാത്ര അവിടെ തുടരുകയാണ് ഗൈസ്. നമ്മുടെ പുതിയതിൻ്റെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഗൈസ് നമ്മൾ മുംബൈ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മളവിടെ മുംബൈ കറങ്ങും. നമ്മുടെ മറൈൻ ഡ്രൈവ്, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, ഹോട്ടൽ താജ്. ഓ ഇന്ന് ടോപ്പ്. ചെറുവനെ എന്ത് പറയുന്നു, എന്ത് തോന്നുന്നു? അതാണ് ഗൈസ് അങ്ങനെ നമ്മൾ മുംബൈയിൽ ഒരു ഡോർമെട്രി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരാൾക്ക് 250 രൂപയാണ് വരുന്നത്. അത്യാവശ്യം ലോക്കർ ഫെസിലിറ്റിയും അതുപോലെ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റിയൊക്കെ ഉള്ള AC ഡോർമെട്രിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പോവാണ് നമ്മൾ. ബോംബെ തെരുവുകളിൽ അലഞ്ഞു. ഹലോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ വന്നു, ഫ്രഷായി കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് നമ്മൾ സൈറ്റ് സീയിങ്ങിന് പോവാണ്. താജ് ഹോട്ടല് മലയാളം ജനത യൂട്യൂബർ റഫി ബ്ലോഗർ ഫാൻസ് ഗൈസ്. എവിടേക്കാ പോണേ? നമ്മള് ഷാറുഖ് ഖാന്റെ വീട്ടിൽ പോവാണ്. ഷോറൂഖ് ഖാൻ അല്ലെങ്കിൽ ഷോറൂഖ് ഖാനെ നമ്മുടെ മുംബൈ റെയിൽവേ സ്റ്റേഷനെ കഴിച്ചു. ഗൈസ് ബന്ദ്ര റെയിൽവേ സ്റ്റേഷൻ്റെ സെക്യൂരിറ്റികൾ. നമ്മൾ ട്രെയിൻ കയറി ബന്ദ്ര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ട്രെയിൻ ടിക്കറ്റ് റേറ്റ് ഞങ്ങൾക്ക് അറിയില്ല, കാരണം ഇപ്പം ട്രെയിൻ ടിക്കറ്റ് എടുക്കില്ല. ടിക്കറ്റ് എടുക്കാൻ അയക്കലില്ല. അതെ അതിനാണ് കോർഡിനേറ്റർ. അപ്പോൾ പറഞ്ഞ ഷാറൂഖ് ഖാൻ്റെ തല ഗൂഗിൾ മാപ്പ് ഇട്ട് തപ്പാൻ പോവാണ്. വണ്ടി പോയി ഞാൻ ആകെ ടിക്കറ്റ് എടുക്കാതെ പൊട്ടി. ഗൈസ് നമ്മൾ SRKന്റെ വീട്ടിലേക്ക് പോവാണ്. ബന്ദ്രയിൽ എത്തിയിട്ടുണ്ട്. ബന്ദ്ര ടൗൺ ആണ് ഗൈസ്. അല്ല, ബന്ദ്ര റെയിൽവേ സ്റ്റേഷന് കഴിച്ചത്. SRKന്റെ വീട്ടിലാണ് നമ്മൾ. ഗൈസ് ഷാറൂഖ് ഖാനെ കാണാൻ AC ബസ്സിൽ ഇപ്പോൾ ടിക്കറ്റ് കൊടുത്ത് പോവാണ് മന്നത്തിലോട്ട്. ഗൈസ് ഷാറൂഖ് ഖാന്റെ വീട്ടിലേക്ക് എത്തി. ഷാറൂഖ് ഖാൻ ഇവിടെ, ഷാറൂഖ് ഖാന്റെ പെരപ്പണി നടക്കുന്ന കുടിക്കൽ അറിഞ്ഞ്. ഷാറൂഖ് ഖാന്റെ ബർത്ത്ഡേക്ക് ഇവിടെ വന്നാൽ ടാറ്റ കൊടുക്കലേ. അടുത്ത ബർത്ത്ഡേക്ക് ഇവിടെ വരും.
അതൊന്നല്ല നാക്ക്. ഇതിന്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേർഡിന്റെ ബ്യൂട്ടി പറഞ്ഞാൽ ഇതല്ല, ഇതാണ് ഗൈസ്. ഒരു നല്ല കടൽ തീരത്താണ്, എല്ലാ ആൾക്കാരും ഉണ്ട്. മുംബൈയിലെ പ്രശസ്തമായ പാലം. എത്ര കിലോമീറ്റർ അർഷദേ? 4 കിലോമീറ്റർ. ജെട്ടി അവിടെ മണങ്ങ പ്ലാസ്റ്റിക് ഇവിടുത്തെ ആൾക്കാർക്കല്ല ലെഫ്റ്റിൽ കൂടെ പോണത്. നമ്മള് പോവാണ് അപ്പുറത്തെ കാണാണ് അംബാനി കഗർ, അംബാനിന്റെ വീട്. ആ ബാൽക്കണി വരുന്നില്ലേ ഗായ്സ്? അംബാനിന്റെ വീട് കണ്ടു. അംബാനിന്റെ വീടാണ് ആ കാണുന്നത്. നമുക്ക് ഈ ഒരു യാത്രയിൽ എല്ലാം കിട്ടി ചെറിയനെ. കാണാണ് അംബാനിന്റെ വീട് ഈ കാണുന്നത്. നമുക്ക് യാത്രയില് പാലങ്ങൾ, അത്ഭുതങ്ങൾ, അംബാനിന്റെ വീട്, ചായ എല്ലാം കിട്ടി. നമ്മളീ പോണത് കടലിന്റെ അടിയിൽ കൂടിയാണ്. എടാ ബസ്സിന് വേറെ ട്രാക്കടാ ആ തലക്കത്ത്. ഗായ്സ് നമ്മൾ പോണത് ഇന്ത്യയിലെ ഒരേ ഒരു അണ്ടർ സീ ടണൽ കൂടിയാണ് പോണത്. അത് മുംബൈയിലാണ്. നമ്മൾ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ടോപ്പ് സംഭവം. അങ്ങനെ അണ്ടർ പാസ് കഴിഞ്ഞ് നമ്മൾ കോസ്റ്റൽ റോഡിലേക്ക് കയറുകയാണ്. മുംബൈ കോസ്റ്റൽ റോഡിന്റെ ഭാഗമാണിത്. നമ്മൾ കടലിന്റെ അടി കൂടെ നനയാതെ പോന്നു ഗൈസ്. അതെ നമുക്ക് ഈ ഒരു ട്രിപ്പില് ഷാറൂഖ് ഖാന്റെ വീട്, അംബാനിന്റെ വീട്, പിന്നെ ചെറിയോനാക്കാന്റെ വീട് എല്ലാം കാണാൻ പറ്റി. ഇതാണ് മുംബൈയിലെ പ്രശസ്തമായ മറൈൻ ഡ്രൈവ്. നമുക്ക് ഇവിടേക്ക് നൈറ്റ് വരാം. നൈറ്റാണ് ഒന്നുകൂടി ആംബിയൻസ് ടോപ്പ്. വാങ്കടി ഉണ്ട് എന്ന് ഞങ്ങള് ഡ്രൈവർക്കാർ പറ്റിച്ചു. ഇത് വാങ്കടിന്റെ ഡ്യൂപ്ലിക്കേറ്റ് വിങ്കാട്. ചെറിയനൊക്കെ ഹാപ്പി ആണെന്നാണ്. അല്ല പാങ്കടിൽ വെള്ളം കയറി കഴിഞ്ഞിട്ട് മാറ്റാം, അങ്ങനെയാണ് തോന്നുന്നത്. അങ്ങനെ നമ്മള് എല്ലാം കണ്ട് അർഷദ് പറഞ്ഞ പോലെ തന്നെ നമ്മള് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. അവിടെ അതിന് മതിലുണ്ടോ? ഗേറ്റ് വേ ഓഫ് ഇന്ത്യക്ക് ഗേറ്റ് മാത്രല്ലാതെ മതിലൊന്നുമില്ലല്ലോ. LICന്റെ ആസ്ഥാനവും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അത് പാണ്ടിക്കാടല്ലേ. ഗൈസ് അങ്ങനെ നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം റഷാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ നമ്മുടെ താജ് ഹോട്ടലാണ് ഈ കാണുന്നത്. ഇന്നിവിടെ ഈവനിങ് ആക്കണം. पानी पियो, फ्रूटी पियो, पानी पियो, फ्रूटी पियो. അങ്ങനെ നമ്മൾ കയറി പോകുന്നു. ഇന്ത്യ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണാൻ പോകുന്നു ഗൈസ്. എന്താ തിരക്ക് ഗൈസ്, ഇവിടെ ആകെ തിരക്ക്. അയ്യോ ഒരു അത്ഭുതം. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ചാരിരിക്കുക. ഏതാ പെരുന്തൊക്കെ അംബാനി നമ്മങ്ങനെ ഇന്നത്തെ നോമ്പ് തുറ എവിടെയാണ് ഹർഷദേ? നമ്മളെ CSMTന്റെ അടുത്തൊരു പള്ളിയുണ്ട്, മസ്ജിദ് അൽ അഖീഖ. താജ് നീ കിട്ടോ?
അതിൽ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് പോയോക്കല്ലേ നമുക്ക്. അമ്പാന്റെ പേര് നോമ്പ് തുറണ്ടോ? അർഷദ് റോ ഏജന്റ് ആണ് ഗൈസ്. റോ ഏജന്റ് അർഷദ് ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ ഇനി മറിയൻ ഡ്രൈവിലോട്ട് പോവാണ്. തമ്പുരാനറിയാം. ഡബിൾ ടക്കർ വണ്ടി ഗൈസ്. മാർക്കുണ്ടേ പോയാ കമ്പനിക്കാരാ. ഗൈസ് പാറിപ്പറക്കുന്ന ഇന്ത്യയുടെ കൊടി. എങ്ങനെ ടോപ്പാ ഇങ്ങനെ ഗൈഡ് അർഷദിന്റെ നേതൃത്വത്തിൽ നമ്മൾ മറൈൻ ഡ്രൈവിൽ എത്തിച്ചേർന്നിരിക്കുന്നു ഗൈസ്. നിഷാദ് ലീഡർഷിപ്പ് ക്വാളിറ്റി. ഓ കപ്പിൾസ് മാറി നിൽക്കി ചെറിയോനെ. ചെറിയ ഷോർട്ട് തുടങ്ങി ഗൈസ്. ബിഗസ്റ്റ് മറൈൻ ഡ്രൈവ്. ആൾക്കാർ അവിടെ മുതൽ തല മുതൽ ഇവിടെ നിറച്ചാണ്. ആൾക്കാർ ഗൈസ്. മെട്രോക്ക് പോവാണ്. അണ്ടർഗ്രൗണ്ട് മെട്രോ. വെൽക്കം ടു മുംബൈ മെട്രോ. മെട്രോ എത്തിയിട്ടുണ്ട്. മെട്രോ ഇതിൻ്റെ അകത്താണ് മെട്രോ വരിക. ബെൽറ്റിന് സീറ്റ് എങ്ങനെ 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 ഒന്നുകൂടി പറ. നമ്മള് കൊണ്ടുവരുന്ന സാധനം ഇതിക്ക് ഇടുക. ഇത് മൊത്തത്തിൽ ഓയിൽ കളക്ട് ചെയ്ത് വെക്കും. അതിന് എന്ത് ചെയ്യാ, ആ 5 ആൾക്കാർക്ക് ആ മാസം ഫുള്ള് ഫ്രീ ആയിട്ട് പൊട്ട മണ്ട. മെട്രോന്റെ എൻട്രി ആണിത്. അതായത് മെട്രോ കിടക്കണത് ഇത്രയും പുരാതനമായിട്ടുള്ള ഈ ബിൽഡിങ്ങിന്റെ ഇത്ര അടിയിലാണ്. ഇത് ഇങ്ങനെ ഉണ്ടാക്കാൻ വേറൊരു കാരണം കൂടെ ഉണ്ട്. ഭാവിയിൽ യുദ്ധങ്ങളും സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, അവിടെ അതൊരു കിടങ്ങായിട്ട് യൂസ് ചെയ്യാം, ബങ്കറായിട്ട് എന്ത് ചെയ്യാം യൂസ് ചെയ്യാം. നോമ്പ് തുറന്നു. നോമ്പ് പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടാണ്. യുദ്ധമാണ് ചർച്ച, യുദ്ധമാണ് തരംഗം. ഫുഡ് എങ്ങനെയുണ്ട്? ഗൈസ് ഫുഡൊക്കെ കഴിച്ചു. റൂമൊക്കെ തിരിച്ചു പോവാണ്. റൂം എവിടെയെന്ന് അറിയില്ല. റൂം കാണുന്നില്ല. കിട്ടിയോ? അതാ ചെറുനൊക്കെ തിരുമ്പിട്ട് സാധനം ഇവിടെ. ഇത് നടന്റെ പാന്റ് തിരുമ്പിട്ടില്ലേ, ഒലിച്ചു ആകെ പുറത്ത് കൊണ്ടിട്ടു. ഇവിടെ എന്തൊക്കെയാ പണി നടക്കാണ്. പക്ഷെ ഇവിടെ ഫുള്ള് മലയാളീസിന്റെ ഏരിയ കേട്ടോ. ഗൈഡ് എന്താ പറയണ്ടേ? അപ്പൊ ഗൈസ് നാളെ നമ്മൾ ഡാമൻ ദ്വീപ്, നമ്മുടെ ഒരു യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള ഡാമൻ ദ്വീപിലോട്ട് എന്താണ് പോവാ. ബൈ.